ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലബന്ധ പ്രശ്നം കുറേ അനുഭവിക്കുന്ന അവർക്ക് ടിപ്സുമായിട്ടാണ്. കുറച്ച് ടിപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ മോർണിംഗിൽ ഒരു എക്സസൈസിൽ തന്നെ നമുക്ക് തുടങ്ങാം. പിന്നെ അതിന് മുമ്പ് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അസുഖം വരാനും ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ പെട്ടെന്ന് ഈ അസുഖം മാറ്റിയെടുക്കണം. ചിലവർക്ക് വലിയ കുറച്ചിലായിരിക്കും ഇതൊക്കെ വന്നാൽ. ഇതൊന്നൊന്നുമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകിൽ ഡോക്ടേഴ്സിനെ കാണുക, അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ടിപ്സ് കിട്ടിയാൽ അത് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് വന്ന അസുഖത്തിനെ മാറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ മോർണിംഗ് എക്സസൈസ്. മോർണിംഗിൽ നമ്മൾ ഒന്ന് നിൽക്കുകയും ചെയ്യുക, ഇരിക്കുകയും ചെയ്യുക. എക്സസൈസായിട്ട് കാണുക. അപ്പം നിലത്തോട്ട് പതിഞ്ഞിരിക്കേണ്ട, താവണം നന്നായിട്ട്. എന്നിട്ട് എണീക്കുക, ഇരിക്കുക, അങ്ങനെ ചെയ്യുക എക്സസൈസ് കുറച്ച് സമയത്ത്. അതിന് ശേഷം നമ്മൾ വെറും വയറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ബാത്റൂം കേസ് ക്ലിയർ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ വെളിച്ചെണ്ണ എണ്ണയിട്ട് നമ്മൾ പൊക്കിളിന് ചുറ്റും റൗണ്ട് മസാജ് ചെയ്യുക. റൗണ്ട് അടിച്ചിട്ട് അത് പിന്നെ റിട്ടേൺ ചെയ്യാം. റിട്ടേണും അതേപോലെ റൗണ്ട് അടിക്കുക. അപ്പോഴും നമുക്ക് ബാത്റൂം കേസിന് ക്ലിയർ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ മലബന്ധ പ്രശ്നം കാരണം അലർജി വരാം, ത്വക്ക് രോഗം വരാം, പൈൽസ് വരാം, ഗ്യാസ് പ്രോബ്ലം വരാം. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് വരാം. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മൾ ബീട്രൂട്ട് എന്ത് ചെയ്യുക? പുഴുങ്ങിയിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക. അല്ലെങ്കിൽ വെണ്ടക്ക കഴിക്കുക. പപ്പായ, പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കുക, ചെറുപഴങ്ങൾ. ഓക്കെ, ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കെന്തായാലും ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ മാംസങ്ങൾ നമ്മൾ തികച്ചും ഒഴിവാക്കുക. മസാല വേണ്ട, അതും നമ്മൾ ഒഴിവാക്കുക. അപ്പം കുറച്ച് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ 1/3 ഭാഗം ഫുഡ്, 1/3 ഭാഗം വെള്ളം, 1/3 ഭാഗം നമ്മൾ ഒഴിച്ചു വിടണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. പക്ഷേ ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടിയാൽ നല്ലോണം തിന്നുന്ന ആൾക്കാരാണ് നമ്മൾ. അതിപ്പം ഞാനായാലും അങ്ങനെ തന്നെ. പക്ഷേ എന്തെന്നായാലും നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം തന്നെയാണ് കൂടുതൽ അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ സഹായിക്കുക. അപ്പം വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കുറയ്ക്കരുത്. ചില ആളുടെ ബോഡിയിൽ ഭയങ്കര ചൂടായിരിക്കും. ഞാനെല്ലാം അങ്ങനെയാണ്, ഭയങ്കര ചൂടാണ്, ഹീറ്റ് ബോഡി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഏത് സമയം ചൂട്. അങ്ങനെയൊക്കെ ഉള്ള ആൾ നല്ലോണം വെള്ളം കുടിക്കണം. ചിലവർക്ക് എപ്പോഴും തണുപ്പായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വെള്ളം കുടിക്കണം, പക്ഷേ നമ്മൾ അത്ര വേണ്ട കേട്ടോ, എന്നാലും കുടിക്കണം. ഓക്കെ, അപ്പം വെള്ളം മസ്റ്റാണ്. പിന്നെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും, സുന്നമക്കി പറഞ്ഞിട്ട് മരുന്ന്, ത്രിപട ചോടോം അങ്ങനെ പറഞ്ഞിട്ട് ഒരു മരുന്ന്. അത് നമ്മൾ ഓരോ സ്പൂൺ എടുത്തിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ 2 സ്പൂൺ ആക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ മലബന്ധ പ്രശ്നം അകറ്റാൻ പറ്റും. അപ്പം നമ്മൾ എന്തായാലും ഇങ്ങനെ ഓരോരോ അസുഖങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാൻ എളുപ്പമാണ്. അപ്പം നമ്മൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.